ഗീത ശ്രീകുമാർ ചോദിച്ചിരിക്കുന്ന അവൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ടോ അമ്മയെ കാണാൻ പറ്റാത്തതുകൊണ്ടൊന്നും അല്ല. അമ്മ കുറഞ്ഞത് 1.5 ഇടമെങ്കിലും അവളെ അഴിച്ചു വിട്ടാൽ അവളൊരു ഓടി ഇവിടെ എത്തിയിരിക്കും. എൻ്റെ കുഞ്ഞുവിനെയും ഞങ്ങളെയൊക്കെ ഒന്ന് കാണാതിരുന്നാൽ അവൾക്ക് സമാധാനമാവില്ല. അതുകൊണ്ട് എന്തായാലും പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവനെയും കൂടി കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഇതുപോലെ വണ്ടിയിൽ നിന്ന് ഞാൻ വീഴാൻ പോവേണ്ടായിരുന്നു. വേറൊരു ഡോഗിനെ കണ്ടപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടില്ലേ, ഇന്നാളൊരു കുഞ്ഞു ഡോഗ് വന്നപ്പോൾ അവൻ നിൽക്കുന്നതല്ല. അയ്യോ എത്ര പിടിച്ചിട്ടുമില്ല. ഞാനും ഇവിടെ കുട്ടപ്പ് മൊത്തം ആൾക്കാരും ഈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാവരും അറിയും കേട്ടോ. അപ്പോൾ എല്ലാവരും കൊച്ചു കുട്ടി മുതൽ വലിയവരെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണാത്തവർ വരെ എന്നെ വിളിച്ചിട്ട് വേണം, നിൻ്റെ വണ്ടി മറിഞ്ഞോ, നിന്നെ പട്ടി അടിച്ചോ, ഇനി ഡോഗിനെയും കൊണ്ട് ഇങ്ങനെ പോവരുതേ, പിടിക്കല്ലേ എന്നൊക്കെ ഇഷ്ടം പോലെ വരും. ഞാൻ വിചാരിക്കുന്നത് ഒരു വീഡിയോ പോലും കാണാത്ത പല അമ്മമാരും എന്ന് വെച്ചാൽ നടന്നതൊന്നും എന്ന് വെച്ചാൽ ഞാൻ വണ്ടിയിൽ നിന്ന് വീണെന്നും അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയിൽ നിന്ന് എനിക്ക് ഒറ്റ കയ്യിൽ വണ്ടിയും പിന്നെ എൻ്റെ ഗുണ്ടുവിനെയും ഞാൻ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മറ്റേ ഡോഗ് പോവാത്തതുകൊണ്ട് ഞാൻ കുറേ ഒരു 10 മിനിറ്റോളം അവിടെ നിൽക്കേണ്ടി വന്നു. ആരും സഹായിച്ചില്ല. പിന്നെ എന്തോ എൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ കൊണ്ട് നടക്കണമെന്നുള്ള ഭാവത്തിൽ ആരും വന്നില്ല. അപ്പം പക്ഷേ എല്ലാവർക്കും അത് ഒരു 10 മിനിറ്റ് മുമ്പേ എൻ്റെ സഹോദരനെ വിളിച്ചു പറഞ്ഞും പലരും പറന്ന് ഇത്രയും ആ സമയത്ത് ദൂരെ ആയിട്ട് ആൾക്കാർ ഞാൻ കണ്ടുപോലുമില്ല. ഞാൻ 1-2 പേരോടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കില്ല. പക്ഷേ ഈ പരസ്യം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റി കേട്ടോ. ഇഷ്ടം പോലെ പേരോടി പറഞ്ഞ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അയ്യോ മിണ്ടാത്തവർ വരെ എന്നെ വിളിച്ചിട്ട് നീ വണ്ടിയിൽ നിന്ന് വീണോ, എന്ത് ഹാപ്പി ആയിട്ടാണെന്ന് അറിയാമോ ചോദിക്കണം, ഇനി ഡോഗിനെ ഒന്നും കൊണ്ടുപോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. കൂട്ടപ്പുല്ല് ഇനി അറിയാൻ ആളില്ല. എന്തായാലും നമ്മളെ യൂട്യൂബ് കണ്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ അവരറിയുന്നുണ്ടല്ലോ. അതിൽ വലിയ സന്തോഷം കേട്ടോ. നിങ്ങൾ വിചാരിക്കും യൂട്യൂബിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രഹസനം കാണിക്കാൻ വേണ്ടി അവനെ ബൈക്കിൽ കൊണ്ടുപോകണമെന്ന്. അതൊന്നുമല്ല. മിക്ക ദിവസവും ഞാൻ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എല്ലാം അവനെ ഞാൻ വണ്ടി ഇരുത്തി അങ്ങ് കൊണ്ടുപോകും. അവിടെ ആകുമ്പോൾ അവൻ കുറച്ച് നേരം കളിക്കുകയും ബാത്റൂമിൽ പോവുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഞാൻ കൊണ്ടുപോകണത് എൻ്റെ വീട്ടിൽ. അപ്പം ബൈക്കിൽ തന്നെ കൊണ്ടുപോകണത്. യൂട്യൂബിന് വേണ്ടിയോ വീഡിയോ പ്രഹസനം കാണിക്കാനോ വേണ്ടിയാണെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ വേണം വീഡിയോ എടുക്കുക. എനിക്കാരുമില്ല. പിള്ളേർ രാവിലെ സ്കൂളിൽ പോയാൽ എനിക്ക് വീഡിയോ എടുത്ത് തരാനോ, ഞാൻ എടുക്കണ യാദൃച്ഛയായിട്ടൊക്കെ തന്നെ ഞാൻ ബൈക്കിൽ കൊണ്ടുപോകണത്. അതും ആളുകൾ നിങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം അതിന് വേണ്ടി പിള്ളേരെ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കണതാണ്. അല്ലാതെ അവനെ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും എനിക്ക് ഫോണും എടുത്ത് എനിക്ക് വണ്ടി ഓട്ടിച്ച് അവനെ ബാക്കിൽ വരുത്തി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഫ്രണ്ടിലും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു 2 കൈയും നമുക്ക് ബൈക്ക് ഓട്ടിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ എനിക്ക് കുടിവെള്ളം കിട്ടി കേട്ടോ. ചേട്ടൻ പ്ലംബിങ് പണിയായതുകൊണ്ട് സെറ്റ് ചെയ്തൊക്കെ തന്നു.